നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ചിത്തവൃത്തി എന്ന് നാം കേട്ടിട്ടുണ്ട്. മനസ്സിന്റെ പ്രവൃത്തി എന്നാണ് അതിനർത്ഥം. ചിത്തവൃത്തികളെ പൊതുവെ രണ്ടായി തിരിക്കാം. നമ്മെ ഈശ്വരനിലേക്ക് നയിക്കുന്നവ അക്ലിഷ്ടം, നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കുന്നവ ക്ലിഷ്ടം. ജീവിതത്തിലെ സുഖങ്ങൾ ത്യജിച്ചും ശാരീരിക പീഡകൾ ഏറ്റുവാങ്ങിയും നടത്തുന്ന പ്രാർത്ഥനയാണ് തപസ്. ചില അനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന പ്രാർത്ഥനയാണ് പൂജ. സ്വയം നിയന്ത്രണത്തോടെ നടത്തുന്ന പ്രാർത്ഥനയാണ് വ്രതം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഈശ്വരന് മുന്നിലോ ഈശ്വരനെ സങ്കല്പിച്ചോ നടത്തുന്ന പ്രാർത്ഥനയാണ് ലളിതമായ പ്രാർത്ഥന. ആർക്കും എപ്പോഴും ചെയ്യാവുന്നതാണിത്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര. വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര. ആറുമുഖ ഹരോഹര, ആദിരൂപ ഹരോഹര. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. അന്നക്കാവടി, അഗ്നിക്കാവടി, അഭിഷേകക്കാവടി കാവടി. അന്നക്കാവടി, അഗ്നിക്കാവടി, അഭിഷേകക്കാവടി കാവടി. കന്നിക്കാവടി, കളഭക്കാവടി, കർപ്പൂരക്കാവടി കാവടി. കന്നിക്കാവടി, കളഭക്കാവടി, കർപ്പൂരക്കാവടി കാവടി. വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര. വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര. ആറുമുഖ ഹരോഹര, ആദിരൂപ ഹരോഹര. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. നീലമയിലേറി വിളയാടി വാവാ, വേലെടുത്തു വീരാ കളിയാടി വാവാ. നീലമയിലേറി വിളയാടി വാവാ, വേലെടുത്തു വീരാ കളിയാടി വാവാ. വെള്ളിമണി പല്ലക്കിലേറി വാവാ, വേളിമല വാണരുളും വേലായുധാവാവാ. വെള്ളിമണി പല്ലക്കിലേറി വാവാ, വേളിമല വാണരുളും വേലായുധാവാവാ. വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര. വേൽമുരുക ഹരോഹര, ശ്രീമുരുക ഹരോഹര. ആറുമുഖ ഹരോഹര, ആദിരൂപ ഹരോഹര. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി.
ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. മധ്യ കേരളം പൂരങ്ങളുടെയും വേലകളുടെയും നാടാണ്. അതിൽ തന്നെ തൃശ്ശൂർ പൂരം എന്നത് ലോക പ്രശസ്തമായ മഹോത്സവമാണ്. വരുന്ന ഞായറാഴ്ചയാണ് തൃശ്ശൂർ പൂരം. അതിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ കേരളത്തെ ഭാർഗവ ക്ഷേത്രമെന്നും പരശുരാമ ഭൂമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ തന്നെ വിളിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കാണ് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളത്. ആ ഒരു വാക്കുകൊണ്ട് ഈ കേരളത്തെ വിശേഷിപ്പിക്കാൻ കാരണമാക്കിയത് കേരളത്തിൻ്റെ ക്ഷേത്ര പാരമ്പര്യവും ഉത്സവങ്ങളുടെ ഒരു ഗരിമയും ഒക്കെ തന്നെയാണ്. കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഉത്സവങ്ങളുടെ ഒരു നാടാണ് എന്നാണ് പൊതുവിൽ പുറത്തേക്കൊക്കെയുള്ള ഒരു പ്രചാരം. അപ്പം കേരളത്തിലെ ഉത്സവങ്ങളിലെ ഏറ്റവും വലിയൊരു ഉത്സവം, കേരളത്തിലെ പൂരങ്ങളുടെ പൂരം, ഇതാ 2 ദിവസത്തോടെ കഴിഞ്ഞാൽ തൃശ്ശൂർപേരൂരിൻ്റെ തട്ടകത്ത് സാക്ഷാൽ തൃശ്ശൂർ പൂരം നടക്കാൻ പോവുകയാണ്. തൃശ്ശൂർ പൂരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൂരപ്രേമികൾ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അവരുടെ എല്ലാവരുടെയും ആവേശത്തെ അതിൻ്റെ പരകോടിയിൽ എത്തിച്ചുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നെയ്തലക്കാവിലമ്മ വന്ന് ഭഗവാൻ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പൂരവിളംബരം നടത്തും. പിന്നീട് അങ്ങോട്ട് തൃശ്ശൂരിനെ, കേരളത്തെ മുഴുവൻ പൂരലഹരിയിൽ ആറാടിച്ചുകൊണ്ടുള്ള നിമിഷങ്ങളാണ് കടന്നു വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാളികളോട് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് തന്നെ ഏറെ വിരോധാഭാസമുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും ആ പൂരത്തിൻ്റെ ചരിത്രം അത് കേവലം ആഘോഷത്തിൻ്റെ മാത്രമല്ല, അത് വലിയൊരു പാരമ്പര്യത്തിൻ്റെ കൂടെ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. തൃശ്ശൂർ പൂരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചടങ്ങ് തുടങ്ങി വെച്ചത് സാക്ഷാൽ ശക്തൻ തമ്പുരാനാണ്. അതിന് പുറകിൽ പറയപ്പെടുന്ന ഐതിഹ്യം, അക്കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം, ഇന്നും തൃശ്ശൂർ പൂരത്തിനോട് കിടപിടിക്കുന്ന ഉത്സവം തന്നെയാണ് ആറാട്ടുപുഴ പൂരം എന്ന് വിളിക്കും. ദേവസംഗമം എന്നാണ്. ആ സമയത്ത് ഈ ലോകത്തുള്ള 30 കോടി ദേവതകളും ആറാട്ടുപുഴ പൂരത്തിന് സംഗമിക്കും എന്നാണ് പറയുക. ഇപ്പം തൃശ്ശൂർ ദേശത്തിലുള്ള തിരുവമ്പാടി, പാറമേക്കാവ്, ലാലൂര്, ചെമ്പൂക്കാവ്, അതുപോലെ തന്നെ ചൂരക്കോട്ടുകാവ്, ഇങ്ങനെ കണിമംഗലം, ഇങ്ങനെ 8ഓളം ക്ഷേത്രങ്ങളും കൂടാതെ തിരുവമ്പാടിയും പാറമേക്കാവും, ഇത്രയും ക്ഷേത്രങ്ങൾ കൂടി ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. എല്ലാ വർഷവും അവരും ചെല്ലും, പൂരത്തിൽ പങ്കെടുക്കും, സന്തോഷമായിട്ട് തിരിച്ചു വരും. എന്നാൽ ഒരു വർഷം, കണക്ക് പറയുന്നത് 1796, ആ സമയത്ത് വളരെയധികം കാലാവസ്ഥാ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു എന്നാണ്. ശക്തമായിട്ടുള്ള മഴ, മിന്നൽ, കാറ്റ്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമയത്തിന് ആറാട്ടുപുഴയിൽ എത്തിച്ചേരാൻ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഈ 10ഓളം ക്ഷേത്രങ്ങൾക്ക് അതിൻ്റെ എഴുന്നള്ളിപ്പുകൾക്ക് സാധിച്ചില്ല എന്നാണ്. വൈകി വന്നുകൊണ്ട് തന്നെ ആ വർഷം മുതൽ ഈ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹം അവിടെ വെച്ച് കൽപ്പിച്ചു എന്നാണ്, ഇനി എൻ്റെ തട്ടകത്തിൽ ഇവർക്കൊക്കെ ആയിട്ടൊരു പൂരം നമ്മൾ തുടങ്ങി വെക്കാൻ പോകുന്നു. അങ്ങനെയാണ് ശക്തൻ്റെ തട്ടകത്തിൽ തൃശ്ശൂർ പൂരം എന്ന് വിളിക്കപ്പെടുന്ന പൂരങ്ങളുടെ പൂരം ഉണ്ടായത് എന്നാണ് കഥ. ഇതിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്. 3 ക്ഷേത്രങ്ങളുടെ കാര്യം നമുക്ക് പറയാം. അതിലൊന്ന് വടക്കുന്നാഥനാണ്. വടക്കുന്നാഥൻ ഉത്സവത്തിൽ നേരിട്ട് പങ്കാളിയാവുന്നേയില്ല. എല്ലാ ഭഗവതിമാരും ശാസ്താക്കളും വടക്കുന്നാഥനെ കണ്ട് നമസ്കരിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർപേരൂർ പൂരം. അതുകൊണ്ട് വടക്കുന്നാഥൻ നേരിട്ട് പങ്കാളിയാവുന്നില്ല. പക്ഷെ വടക്കുന്നാഥനെ കാണാനായിട്ടെത്തുന്ന ഭഗവതിമാരിൽ ഏറ്റവും പ്രധാനം തിരുവമ്പാടി ഭഗവതിക്കും ഒപ്പം തന്നെ പാറമേക്കാവിൽ ഭഗവതിക്കുമാണ്. അതിലൊരു കാര്യം പ്രത്യേകം അറിവുള്ള ആളുകൾ ഉണ്ടാവാം, എങ്കിലും ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ തിരുവമ്പാടി ഭഗവതി എന്ന് പറയുമ്പോൾ തിരുവമ്പാടി ഒരു ഭഗവതി ക്ഷേത്രമാണോ? അങ്ങനെയല്ല.
അത് യഥാർത്ഥത്തിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെ ഭഗവാന്റെ തുല്യ പ്രാധാന്യത്തോടു കൂടി ബാലഭദ്രയായിട്ടാണ് തിരുവമ്പാടി ഭഗവതിയെ ആരാധിച്ചു വരുന്നത്. തിരുവമ്പാടി കണ്ണൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ തിരുവമ്പാടി ഭഗവതിയും തിരുവമ്പാടിയിലുണ്ട്. രണ്ടാമത്തെ ഒരു ഘടകപൂരമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പൂരങ്ങളിൽ ഒന്നാണ് പാറമേക്കാവ്. പാറമേക്കാവ് ഭഗവതി എന്ന് വിളിക്കപ്പെടുന്ന ദേവി, അതും ഭദ്രകാളി വിധാനത്തിൽ വരുന്നൊരു ദേവി തന്നെയാണ്. പക്ഷേ ആ ഭഗവതിയുടെ ബന്ധം നമ്മൾ പൊതുവിൽ പറയാറുള്ളത് മലപ്പുറം ജില്ലയിലെ വള്ളുവനാടിൻ്റെ പരദേവതയായിട്ടുള്ള സാക്ഷാൽ തിരുമാന്താംകുന്നിലമ്മയായിട്ടാണ്. പാറമേക്കാവ് താമസിച്ചിരുന്ന ഒരു ഭക്തനായിട്ടുള്ള കാരണവർക്ക് എല്ലാ കാലത്തും തിരുമാന്താംകുന്ന് പോയി അമ്മയെ കാണാൻ പറ്റാതെ വന്ന സമയത്ത് അമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ പാറമേക്കാവിൽ എത്തി എന്നുമാണ് സങ്കല്പം. ഈ പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയുമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് പൂരങ്ങൾ. നെയ്തലക്കാവ് ഭഗവതിയും കണിമംഗലം ശാസ്താവും ചൂരക്കോട്ട് ഭഗവതിയും ലാലൂർ ഭഗവതിയും ഇങ്ങനെ നിരവധിയായിട്ടുള്ള 8ഓളം ഘടകപൂരങ്ങൾ വേറെയുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും പൂരത്തിൻ്റെ മുഖമായിട്ട് നിൽക്കുന്നത് പാറമേക്കാവും തിരുവമ്പാടിയുമാണ്. അതിൽ പാറമേക്കാവ് ഭഗവതിയുടേതാണ് ഭഗവാൻ വടക്കുന്നാഥൻ്റെ ഇലഞ്ഞിത്തറയിലുള്ള പ്രശസ്തമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം. ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര എന്ന് വിളിപ്പേരുള്ള ആ ഇലഞ്ഞിത്തറ മേളം കേൾക്കാനായിട്ട് എത്തുക പാറമേക്കാവ് ഭഗവതിയാണ്. അപ്പോൾ പാറമേക്കാവ് ഭഗവതിക്ക് ഇലഞ്ഞിത്തറ മേളം ഉള്ളതുപോലെ തന്നെ തിരുവമ്പാടി ഭഗവതിക്കും അതുപോലെ ഒരു വിശേഷപ്പെട്ട ഒരു ചടങ്ങുണ്ട്. അതാണ് തിരുവമ്പാടിയുടെ മടത്തിൽ വരവ്. തിരുവമ്പാടിയിലെ ബ്രഹ്മസ്വം മഠത്തിലേക്ക് ദേവി എഴുന്നള്ളിക്കുന്ന സമയത്ത് അവിടെ പഞ്ചവാദ്യമാണ് പ്രാധാന്യം. പാറമേക്കാവിൽ അമ്മയ്ക്ക് മേളവും അതുപോലെ തന്നെ തിരുവമ്പാടി ഭഗവതിക്ക് പഞ്ചവാദ്യവും. ഇതിങ്ങനെ മാറി മാറി വരികയും ചെയ്യും. ഓരോ വർഷവും ഇതൊക്കെ കേൾക്കാനായിട്ടും കാണാനായിട്ടും നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് പാറമേക്കാവും അതുപോലെ തിരുവമ്പാടിയിലൊക്കെ എത്തി ഈ പൂരത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടി കാത്തിരിക്കുന്നത്. പിന്നെ തെക്കോട്ടിറക്കായിക്കോട്ടെ, കുടമാറ്റായിക്കോട്ടെ, ആകാശത്ത് നടക്കുന്ന വർണ്ണവിസ്മയങ്ങളായിക്കോട്ടെ, ഗജസമ്പത്തായിക്കോട്ടെ, ഇങ്ങനെ എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ പൈതൃകം വിളിച്ചോതുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നാളുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. എല്ലാവർക്കും മുൻകൂറായിട്ടുള്ള തൃശ്ശൂർ പൂരം ആശംസകൾ നേരുന്നു. എല്ലാവരെയും വടക്കുന്നാഥനും തിരുവമ്പാടി ഭഗവതിയും തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവിലമ്മയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഓരോ മനുഷ്യനിലും ഈശ്വരനുണ്ട്, അത് തിരിച്ചറിയുക. മനുഷ്യ സേവനം ഈശ്വരാരാധനയാണ്. വിഭാഗീയതകൾ വെടിയുക. ദുർബലരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ ഈശ്വര ശക്തി. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. മഹാകാളിക ധർമ്മസ്ഥല. മഹാക്ഷേത്രങ്ങളും കാവുകളും കളരികളും ആൽത്തറകളും നമുക്ക് ആരാധനാലയങ്ങൾ തന്നെയാണ്. തെയ്യമായും വെളിച്ചപ്പാടായും എല്ലാം മനുഷ്യമെയ്യേറി ദൈവങ്ങളെത്തുന്ന ചടങ്ങുകൾ ഉണ്ട് നമുക്ക്. ദിനം പ്രതി തുറന്നാരാധന നടത്തുന്നവയും പ്രത്യേക ദിനങ്ങളിൽ മാത്രം പൂജ നടത്തുന്നവയുമായ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും അപൂർവമായ മൂർത്തിസങ്കല്പം കൊണ്ടും ശ്രദ്ധേയമായ ദേവസ്ഥാനങ്ങളും കുറവല്ല. ക്ഷിപ്രപ്രസാദികളായ രൗദ്രമൂർത്തികളുടെ ആരാധനാലയങ്ങളും ഇവയ്ക്കിടയിലുണ്ട്. ഇന്ന് നമ്മൾ എത്തുന്നത് തിരുവനന്തപുരം എരുത്താവൂർ റസൽപുരത്തെ ഒരു അപൂർവ ആരാധനാ കേന്ദ്രത്തിന് മുന്നിലാണ്. ഇത് മഹാകാളിക ധർമ്മസ്ഥല. കാലകാലേശ്വരനും മഹാകാളികയും കുടികൊള്ളുന്ന തികച്ചും ഭക്തിസാന്ദ്രമായ ആരാധനാവേദി. പരിഷ്കൃതമായ ആരാധനാ രീതികൾ അവലംബിക്കുമ്പോഴും പ്രാചീന ഗോത്ര ആരാധനയുടെ അംശങ്ങൾ വിട്ടുകളയാതെ തികച്ചും പ്രകൃതിക്ക് അനുകൂലമായി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവസന്നിധി. ആറു പടികൾ കടന്നുവേണം ഈ പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ. ഷഡ്വൈരികളെ താണ്ടിയുള്ള ഈശ്വര സാക്ഷാത്കാരമായും ഷഡാധാരങ്ങളിലൂടെയുള്ള കുണ്ഡലിനീ ശക്തി പ്രവാഹത്തിന്റെ പൂർണ്ണതയായും ഈ 6 പടികൾ താണ്ടുന്നതിനെ വ്യാഖ്യാനിക്കാം. ഈ പടികൾ കടന്നെത്തുമ്പോൾ കാണുന്നത് പുണ്യഭൂമിയിലെ പ്രതിഷ്ഠകളാണ്. ചാണകം മെഴുകിയ മൺതിട്ടകളിലാണ് ദേവപ്രതിഷ്ഠകൾ എന്നത് ഏറെ ശ്രദ്ധേയമാണ്.
സർവവ്യാപിയായ ദേവസങ്കല്പത്തെ ചുമരുകൾക്കുള്ളിൽ ഒതുക്കാതെയാണ് ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വാതിൽ കൊട്ടിയടച്ച നിഗൂഢ പ്രാർത്ഥനകളോ ഭക്തരെ പുറത്താക്കി നടത്തുന്ന നൈവേദ്യ സമർപ്പണമോ ഇവിടെയില്ല. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിനും ഒരു കുളിർമ സമ്മാനിക്കുന്ന ഒരു അഭൗമമായ തേജസ് ഈ പുണ്യഭൂമിയിൽ ദർശിക്കാൻ കഴിയും. ഖഡ്ഗങ്ങൾ ചുഴറ്റി ഘോരമിതംഗം മുറുകുന്നേ, ഭഗവതി അലറുമ്പോൾ അഗ്നിത്തരികൾ ചിതറുന്നേ. ചെത്തിമിനുക്കിയ കൃഷ്ണശിലാ പാളികളോ മാർബിൾ ഖണ്ഡങ്ങളോ കോൺക്രീറ്റ് തിട്ടകളോ ഇവിടെയില്ല. പടി കടന്നെത്തുന്ന ഭക്തർ ആദ്യം കാണുന്നത് ഗോത്രദേവതയുടെ പാദങ്ങൾ പ്രതിഷ്ഠിച്ച തിട്ടയാണ്. ആ മാതൃദേവതയുടെ മുന്നിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ടു വന്നാൽ പിന്നീട് കാണുന്നത് ഗുരുസന്നിധിയാണ്. മാതാവിനെയും ഗുരുവിനെയും വന്ദിച്ചുകൊണ്ടു വേണം മുഖ്യ ദേവതാപ്രീതി വരുത്തുവാൻ. ദിക്കെട്ടും ഒന്നു കുലുങ്ങി, തൃക്കൈയിൽ വാളുമിനുങ്ങി, തൃക്കണ്ണുകൾ മിന്നി മിനുങ്ങി തെളിയുന്നേ. ഗുരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്തിച്ചേരുന്നത് ബ്രഹ്മരക്ഷസിന് മുന്നിലാണ്. അതിനുമപ്പുറം കാണപ്പെടുന്ന ഒറ്റപ്പന മരച്ചുവട്ടിൽ നീലാംബരി യക്ഷി ഒക്കത്ത് കൈക്കുഞ്ഞുമായിരിക്കുന്നു. നമ്മുടെ വരും തലമുറയ്ക്കായി ആ മാതൃസന്നിധിയിൽ പ്രാർത്ഥിച്ച് നാഗദൈവങ്ങൾക്ക് മുന്നിലെത്തുന്നു നമ്മൾ. അവിടുത്തെയും പ്രാർത്ഥന കഴിഞ്ഞാണ് കാലകാലേശ്വര സന്നിധിയിൽ എത്തിച്ചേരുക. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം. ശ്രീ പരമേശ്വരന്റെ ഘോരരൂപമായ കാലകാലേശ്വര പ്രതിഷ്ഠ ഈ പുണ്യസ്ഥലത്തിന്റെ അപൂർവത വിളിച്ചോതുന്നു. നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷമേകി അവരെ ഈശ്വരനിൽ ലയിപ്പിക്കാൻ ഈ തിരുമുമ്പിൽ ധ്യാനിക്കാം. കാലകാലന്റെ തിരുമുമ്പിൽ നിന്നും വിഘ്നേശ്വരന്റെ സന്നിധിയിലേക്കാണ് പിന്നീട് നാം എത്തുക. അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യന്റെ തിരുനടയായി. ശാന്തസ്വരൂപിയാണ് ഇവിടത്തെ സുബ്രഹ്മണ്യൻ. അതിനുമപ്പുറം പരമേശ്വര പ്രതിഷ്ഠ, അതിനടുത്തായി ഹനുമാൻ. ദംഷ്ടങ്ങൾ അണിഞ്ഞ് ഘോരരൂപിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഈ ഹനുമാൻ. നമ്മുടെ യാത്രകളിലും പ്രത്യേകിച്ച് ജീവിതയാത്രയിലും തടസ്സങ്ങൾ മാറ്റി കരുത്തു പകരാൻ ഈ ഹനുമത് സന്നിധിക്ക് കഴിയും എന്നാണ് വിശ്വാസം. ഹനുമാൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം എത്തിച്ചേരുക വിഷ്ണു, ലക്ഷ്മി, ബ്രഹ്മദേവൻ എന്നീ വെണ്ണക്കൽ പ്രതിമകളുടെ മുന്നിലാണ്. അത് കഴിഞ്ഞു ചെന്നാൽ 18 പടികളാണ്. വൈവിധ്യമാർന്ന നിരവധി സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പടികൾ കടന്നെത്തുന്ന മൺതിട്ടയിൽ അമ്മ മഹാമായ മഹാകാളികയായി കുടികൊള്ളുന്നു. അമ്മയായി സൽക്കർമ്മ മർമ്മമായി ഭക്തർക്ക് നന്മ തൻ വഴി കാട്ടി നിൽപ്പതും നീ. തലയിൽ അഗ്നി ചൂടിയ മഹാകാളികയുടെ പൂർണ്ണ പ്രതിഷ്ഠ ഇവിടെയല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാനാകില്ല. ദേവിയുടെ ഇരുവശങ്ങളിലും ദ്വാരപാലകന്മാരോ ദ്വാരപാലികമാരോ ഇല്ല. ദേവിയുടെ മുഖ്യ പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി 8 കാളീ സ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദേവിയുടെ മുൻവശത്തായിട്ട് ശൃംഗേശകാളിയുടെ വ്യത്യസ്തമായ രൂപം, അതിനടുത്തായിട്ട് വേതാളകാളിയുടെ മറ്റൊരു രൂപം, അതിനു പുറകിലായിട്ട് ലാസ്യകാളി രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഭാരതത്തിൻ്റെ മണ്ണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ബംഗാളും കേരളവും ഒക്കെ എപ്പോഴും ഭദ്രകാളി ചൈതന്യത്തെ അതിഗംഭീരമായിട്ട് നമ്മൾ മുൻപിലേക്ക് കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളാണ്. ഈ ഭദ്രകാളി ചൈതന്യം നമ്മുടെ കാളി രൂപത്തെ തന്നെ ദേവിയുടെ പുറകുവശത്തായിട്ട് ഭദ്രകാളിയുടെ രൂപം തന്നെ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് ഭദ്രകാളിയുടെ മുൻവശത്തായിട്ട് ലോകത്തിൻ്റെ മാതാവായ മഹാകാളിക ദേവിയെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ പൗർണമി ദിനങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ മഹാകാളിക ധർമ്മസ്ഥലയിൽ അമാവാസി നാളിനാണ് പ്രാധാന്യം. ഓരോ മാസത്തെ അമാവാസി നാളിലും നവരാത്രി കാലത്തെ 5 ദിനങ്ങളിലും മാത്രമേ ഇവിടെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുകയുള്ളൂ. ഒരു വർഷത്തിൽ 17 ദിവസം മാത്രമേ ഈ മഹാകാളിക ധർമ്മസ്ഥല നമുക്ക് ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയും. ഓരോ അമാവാസി നാളിലും അതോടൊപ്പം തന്നെ വിജയദശമിയുടെ മഹത്തായ 5 ദിവസങ്ങളിലും, വിജയദശമി ഉത്സവം നവരാത്രിയുടെ 5 ദിവസങ്ങളിലും മാത്രമേ നമുക്ക് ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയൂ. ഇരുട്ടിന്റെ പ്രതീകമായ അമാവാസി നാളിൽ ആരാധന നടത്തി വെളിച്ചത്തിന്റെ നാളുകളിലേക്ക് യാത്ര ചെയ്യുക എന്ന സങ്കല്പമാണിത്. ഈ സന്നിധിയിലെ മുഖ്യ വഴിപാട് തന്നെ അഗ്നിസമർപ്പണമാണ്. ചെമ്പുതണ്ടിൽ തയ്യാറാക്കിയ തീപ്പന്തങ്ങൾ ജ്വലിപ്പിച്ചു വാങ്ങി ദേവസമക്ഷം ഭക്തിയോടെ സമർപ്പിക്കുന്ന ചടങ്ങാണിത്. ജീവിതം ഉജ്ജ്വലവും പ്രകാശപൂരിതവുമായിരിക്കാൻ ഈ കർമ്മം സഹായിക്കും എന്നാണ് വിശ്വാസം. ഈ അഗ്നിസമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ അകറ്റി
നമ്മൾക്ക് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുവാൻ നമ്മളെ രക്ഷിക്കുന്ന ദൈവങ്ങൾക്ക് അഗ്നി സമ്മാനിച്ച് നമ്മൾ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസ പ്രമാണം. നിരവധി യാഗങ്ങൾ യഥാവിധി നടത്തപ്പെടുന്ന പുണ്യഭൂമിയാണിത്. തികച്ചും പ്രാചീനകാല പുണ്യാശ്രമങ്ങളെയും യാഗഭൂമികകളെയും അനുസ്മരിപ്പിക്കുമാറ് ചാണകം മെഴുകി ഒരുക്കിയ നിലങ്ങളാണ് ഇവിടത്തെ പ്രത്യേകത. ഗോത്രദേവതയുടെ പാദങ്ങൾക്ക് മുമ്പിൽ തേങ്ങ ഉടയ്ക്കുക, ക്ഷേത്രത്തിന് മുന്നിൽ ജ്വലിപ്പിച്ച ഹോമകുണ്ഡത്തിൽ ദ്രവ്യങ്ങൾ അർപ്പിച്ച് പിതൃക്കൾക്ക് മോക്ഷം നൽകുക എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന നിരവധി ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുന്നു. ഭക്തർ തന്നെ കടുംപായസമുണ്ടാക്കി നിവേദിക്കുക എന്നതാണ് മറ്റൊരു ആരാധനാ രീതി. ഇടനിലക്കാരില്ലാതെ ഭക്തരും ആരാധനാമൂർത്തിയും തമ്മിൽ നേരിട്ട് സംവദിക്കുന്ന അത്യപൂർവമായ ഈ സന്നിധിയിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ ഭക്തരും തുല്യരായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ദേവിക്ക് നിവേദ്യം സ്വയം തയ്യാറാക്കി അതിൽ നിന്ന് നമ്മൾ തന്നെ ദേവിക്ക് അന്നം കോരി മേൽശാന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിനെയാണ് ദേവിക്ക് നിവേദിക്കുന്നത്, അല്ലെങ്കിൽ ദേവിക്ക് അന്നമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. കൊത്തുപണികളാർന്ന കമാനങ്ങളില്ലാതെ, താമ്രപാളികകളുടെ മിനുപ്പാർന്ന മേൽക്കൂരകളില്ലാതെ, കനകശബളിമയാർന്ന ധ്വജസ്തംഭങ്ങളില്ലാതെ, അകറ്റി നിർത്താൻ ചുമരുകളില്ലാതെ ഒരു ആരാധനാലയം. ആരാധകൻ ആരാധനാമൂർത്തിയിൽ ലയിച്ചു ചേരുന്ന അനുഭവം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ സാഹചര്യങ്ങളോടെ നിലകൊള്ളുന്ന യാഗഭൂമി. തികച്ചും ലളിതവും എന്നാൽ ഗംഭീരവുമായ ഈ ക്ഷേത്ര സന്നിധിയുടെ സാന്നിധ്യം ഒരിക്കലെങ്കിലും ഒരു ഭക്തൻ അനുഭവിച്ചറിയണം. മഹാകാളികയുടെ കരുണ നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കേശപിംഗളവർണ്ണേ മനോഹരീ വേഗത്തിലോടുന്ന ചീറ്റയുടെ ആയുസ് 10-12 വർഷമാണ്, പരമാവധി 20 വർഷം. എന്നാൽ പതുക്കെ സഞ്ചരിക്കുന്ന ആമയുടെ ആയുസ് 150 വർഷം വരെയാണ്. 225 വർഷം ജീവിച്ചിരുന്ന ആമകളുമുണ്ട്. വേഗത കൂടുന്തോറും ആയുസ് കുറയും. ഒന്ന് ചിന്തിക്കൂ, നാം മത്സരിക്കുന്നത് ആദ്യം എവിടെ എത്താനാണ്? ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.